കാശ്മീരൊക്കെ കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ലഡാക്ക് പോയാലോ? അപ്പോൾ ശ്രീനഗറിൽ നിന്ന് ലഡാക്കിലേക്ക് പോകുന്ന ഒരേ ഒരു വഴി എന്ന് പറയുന്നത് സോജില്ല പാസ് വഴിയാട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വഴികളിൽ ഒന്നാണ് ഈ സോജില്ല പാസ്. ഇതുവഴി ദിവസവും ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. ഈ ഒരു വൺ വേ മാത്രമേ വിടത്തുള്ളൂ കേട്ടോ. ഒരു ദിവസം അങ്ങോട്ടേക്കാണ് വണ്ടി വിടുന്നതെങ്കിൽ ഒരു ദിവസം ഇങ്ങോട്ടേക്കേ വിടത്തുള്ളൂ. രണ്ട് സൈഡിൽ കൂടിയും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ല. അത്രയും ഡേഞ്ചറാണ്. റോഡെല്ലാം വളരെ വീതി കുറവാണ്. റോഡെന്ന് പറയാനായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ സോജില്ല ടണൽ വരുന്നുണ്ട്. ആ ടണൽ വന്നാൽ ഇതുവഴി നമുക്ക് പോവേണ്ട ആവശ്യമില്ല. ഒരു 13 കിലോമീറ്റർ ലെങ്ത്തിലാണ് ആ ഒരു ടണൽ വരുന്നത്. ഉടനെ തന്നെ അത് ഓപ്പൺ ആവുമെന്നാണ് പറയുന്നത്. അത് ഓപ്പൺ ആയാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, യാത്ര അതുവഴിയാക്കാം. പക്ഷെ ഇപ്പോൾ നിലവിൽ ഇതുവഴി തന്നെയാണ് യാത്ര. നിരവധി അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്ന ഒരു വഴിയും തന്നെ കേട്ടോ. അങ്ങനെ സോജില്ല പാസ് വഴി കയറി നമ്മളിത് ഏകദേശം ലഡാക്ക് എത്തിയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ശ്രീനഗറിൽ നിന്ന് ഒരു 300 സംതിങ് കിലോമീറ്റർ ഉണ്ട് ലഡാക്കിലേക്ക്. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിന് നമ്മളങ്ങ് എത്തത്തുമില്ല. അപ്പോൾ ഇന്ന് കാർഗിലിൽ സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ ലഡാക്കിലേക്ക് പോകുന്ന വഴിക്ക് മഞ്ഞുമലകളൊക്കെ കണ്ടു. ആദ്യമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് സ്വന്തം കാറിൽ ഇങ്ങനെ യാത്ര ചെയ്ത് മഞ്ഞുമലകൾ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും കൗതുകവും ഒക്കെ ഉണ്ടായിരുന്നേ. ലഡാക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ എല്ലാം പ്രിക്കോഷൻസ് എടുത്തിട്ടും എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലെങ്തി വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളൊരു ടാബ്ലറ്റ് ഒക്കെ കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കഴിച്ചിട്ട് പോയിട്ടും പണി കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ആയതുകൊണ്ട് അവിടെ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റേതായ ബ്രീത്തിങ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായി കേട്ടോ. പോകുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.